Hello everyone, myself Sri Lakshmi Nair, Assistant Professor Electrical and Electronics Department, SNIT, Ado. Today we are going to discuss about the topic microcontroller based pmsm drive. This is the last topic in module 6. That is, the module 6 is speed control of synchronous motor drive, and the topic is microcontroller based permanent magnet synchronous motor drive. And this topic is purely based on K2 syllabus, and it's purely benefited for S6 AAA electrical students, and the course name is electrical drive and its course code is EE308. Now we are going to discuss about the topic. നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പത്തെ ലെക്ചർ വീഡിയോയിൽ PMSM ഡ്രൈവും അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും അതിൻ്റെ ടൈപ്സും സിനുസോയിഡൽ PMSC ഡ്രൈവ്സും ട്രെപ്പിസോയിഡൽ PMSC ഡ്രൈവ്സിനെ പറ്റിയും സർഫസ് മൗണ്ടഡും ഇൻറ്റീരിയർ മൗണ്ടഡും ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ മൈക്രോ കൺട്രോളർ ബേസ്ഡ് PMSM ഡ്രൈവ് ആണ്. The schematic diagram of a microcontroller controlled PMSM drive is shown in below. അതായത് ഇത് കാണിച്ചിരിക്കുന്നതാണ് ഒരു മൈക്രോ കൺട്രോളർ കൺട്രോൾഡ് PMSM ഡ്രൈവ് ആണ് തന്നിരിക്കുന്നത്. ഇതിനകത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് DS PIC 30F2010 എന്ന് പറയുന്ന ഒരു മൈക്രോ കൺട്രോളറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 16-ബിറ്റ് മൈക്രോ കൺട്രോളറാണ്. ഇതിന് 28 പിൻ, മൊത്തത്തിൽ 28 പിന്നുണ്ട്. 28 പിൻ കോൺഫിഗറേഷനുള്ള ഒരു 16-ബിറ്റ് മൈക്രോ കൺട്രോളറാണ്. ഡിഫോൾട്ട് 6 PWM ഔട്ട്പുട്ട് ചാനൽസ്, ഇതിനകത്തിൽ ഒരു 6 PWM ഔട്ട്പുട്ട് ചാനൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 1L, 1H, 2L, 2H, 3L, 3H എന്ന് പറഞ്ഞിട്ട് RB3, RB4, RB5 എന്ന് പറയുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് IO പോർട്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹിയർ ദേ ആർ യൂസ്ഡ് ടു ഗീവ് ദ ഹോൾ സെൻസർ ഔട്ട്പുട്ട് സിഗ്നൽ ടു ദ കൺട്രോളർ. അതായത് ഹോൾ സെൻസർ വഴി സെൻസ് ചെയ്യുന്ന റോട്ടോ പൊസിഷൻ സെൻസറിനെ സെൻസ് ചെയ്യുന്ന ഔട്ട്പുട്ട് സിഗ്നൽ കൺട്രോളറിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആരെ യൂസ് ചെയ്തിരിക്കുന്നത്? RB3, RB4, RB5. ഇവിടെ തന്നെ ഹോൾ എ, ഹോൾ ബി, ഹോൾ സി എന്ന് കാണിച്ചിരിക്കുന്നത് ഹോൾ എഫക്ട് സെൻസേഴ്സ് ആണ്. ഇനിയും RC14 എന്ന് പറഞ്ഞിട്ട് ഒരു ഡിജിറ്റൽ ഇൻപുട്ട് പോർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ഓഫ് കമാൻഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ടോ സ്റ്റോപ്പിനോ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ RC14 എന്ന് പറഞ്ഞ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി AN1, AN2 എന്ന് പറയുന്നത് രണ്ട് ആർ യൂസ്ഡ് ടു ഗീവ് അനലോഗ് ഇൻപുട്ട്സ്. അനലോഗ് ഇൻപുട്ടുകളെ കൊടുക്കാൻ വേണ്ടിയുള്ള പോർട്ടാണ്. ഹിയർ ദ റെഫറൻസ് സ്പീഡ് ആൻഡ് കറണ്ട് ഡേറ്റ ടു കൺട്രോളർ. ഇവിടെ നമുക്ക് അനലോഗ് ഇൻപുട്ടായിട്ട് കൊടുക്കാനുള്ളത് റെഫറൻസ് സ്പീഡും കറണ്ടിൻ്റെ ഡേറ്റയുമാണ്. സ്പീഡിൻ്റെ, അതായത് റെഫറൻസ് ആയിട്ടുള്ള സ്പീഡും റെഫറൻസ് കറണ്ടുമാണ് നമുക്കിവിടെ ഇവിടെ കൊടുക്കാനുള്ളത്, ഇൻപുട്ടായിട്ട് കൊടുക്കാനുള്ളത്. ഓൾറെഡി നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് ഡ്രൈവ് ഒക്കെ പഠിച്ചതല്ലേ. അപ്പോൾ ക്ലോസ്ഡ് ലൂപ്പിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ ഒരു ഇന്നർ കറണ്ട് ലൂപ്പും ഔട്ടർ സ്പീഡ് ലൂപ്പും ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ ആ ഔട്ടർ സ്പീഡ് ലൂപ്പിൻ്റെ റെഫറൻസിനെയും ഇന്നർ കറണ്ട് ലൂപ്പിൻ്റെ റെഫറൻസിനെയും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആര്? AN1, AN2 എന്ന് പറഞ്ഞത്. അപ്പോൾ 6 PWM പോർട്ടുകളുണ്ട്, 3 ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുണ്ട്. ഇതാണ് ഹോൾ എഫക്ട് സെൻസറിൽ നിന്ന് സെൻസ് ചെയ്യുന്നതിനെ കൺട്രോളറിൽ കൊടുക്കുന്നത്. RC14 എന്ന് പറയുന്ന ഒരു ഓൺ ഓഫ് കൺട്രോളറാണ്. AN1, AN2 എന്ന് പറയുന്നത് അനലോഗ് ഇൻപുട്സിനെ കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പോർട്ടാണ്. അപ്പം ഇതൊരു 3 ഫേസ് ഇൻവെർട്ടറാണ്. 3 ഫേസ് ഇൻവെർട്ടറിൻ്റെ ഫേസിനെ നമ്മൾ 3 ഫേസ് PMSM മോട്ടറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ ഒരു മൈക്രോ കൺട്രോളർ ബേസ്ഡ് PMSM. ഇതുവഴി, അതായത് ഈ ഹോൾ എഫക്ട് സെൻസേഴ്സ് വഴി ഈ പോർട്ടിൽ, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിൽ ഇതിനെ ഡിറ്റക്ട് ചെയ്തിട്ട് ഈ പോർട്ട് വഴിയാണ് മൈക്രോ കൺട്രോളർ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്തിട്ട് ആ കൺട്രോൾ സിഗ്നലിനെ ഇവിടെ PWM വഴി, അതായത് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കൺട്രോൾ സിഗ്നലിനെയാണ് നമ്മൾ 3 ഫേസ് ഇൻവെർട്ടറിലേക്ക് കൊടുക്കുന്നത്. ആ ഇൻവെർട്ടറിൽ നിന്ന് എടുത്ത് നമ്മൾ ഇതിലേക്ക് നോക്കുക. സ്പീഡിനെ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള മൈക്രോ കൺട്രോളർ ബേസ്ഡ് PMSM ഡ്രൈവിൻ്റെ മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു 28 പിൻ കോൺഫിഗറേഷൻ ആണ്. അതായത് ആ മൈക്രോ കൺട്രോളറിൻ്റെ പേര് ഏതായിരുന്നു? DS12 എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ പഠിച്ചില്ലേ, DS13 PIC 30F2010 എന്ന് പറയുന്നൊരു മൈക്രോ കൺട്രോളർ. അതിന് ഡിഫോൾട്ടായിട്ട് 6 PWM ഔട്ട്പുട്ട് ചാനൽസ് ഉണ്ട്. RB3, RB4, RB5 are the input output ports. Here they are used to give the Hall sensor output signal to the controller. RC14 is the digital input port used to give on off command. AN1 and AN2 are used to give analog inputs, that is here the reference speed and current data to the controller. Already ഈ മൈക്രോ കൺട്രോളറിലാണ് എന്ത് ചെയ്യുന്നത്? കൺട്രോൾ, അതായത് ഇൻവെർട്ടറിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ സിഗ്നലിനെ മൈക്രോ കൺട്രോളറാണ് പ്രോഗ്രാം ചെയ്തിട്ട് കൺട്രോൾ സിഗ്നലിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ കൺട്രോൾ സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ PMSMന്റെ സ്പീഡിനെ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. According to the rotor position information from Hall sensor,
Controller will generate PWM signal to control the inverter. നമ്മൾ rotor position information hall sensor നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ കൺട്രോളർ എന്ത് ജനറേറ്റ് ചെയ്യും, PWM സിഗ്നൽ ജനറേറ്റ് ചെയ്യും to control the inverter. Inverter output is given to motor and motor operates according to the voltage from inverter. ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന വോൾട്ടേജ് അനുസരിച്ചാണ് മോട്ടർ വർക്ക് ചെയ്യുന്നത്. അതുവഴിയാണ് നമ്മൾ അതിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു മൈക്രോ കൺട്രോളർ ബേസ്ഡ് PMSM ഡ്രൈവ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. ഈ ടോപ്പിക്കിൽ നിന്ന് പർട്ടിക്കുലർലി നമ്മൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഷുവറാണ്. മൈക്രോ കൺട്രോളർ ബേസ്ഡ് PMSM ഡ്രൈവ് യൂണിവേഴ്സിറ്റി ചോദിക്കും. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഞാനൊരു അസൈൻമെൻറ്റ് തരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു മൈക്രോ കൺട്രോളർ ബേസ്ഡ് PMSM ഡ്രൈവിനെ പറ്റി ഇപ്പം ഞാനൊരു ബേസിക് ആയിട്ടൊരു ഐഡിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു 10 മാർക്ക് ഒരു 15 മാർക്സിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതത്തക്കവണ്ണം ഉള്ള ഒരു എസ്സേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ അസൈൻമെൻറ്റ് എഴുതി സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.